നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ദേവി മഹാത്മ്യം ചാനലിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് 3 മുതൽ 9 വരെയുള്ള ഒരാഴ്ചത്തെ സമ്പൂർണ്ണ വാരഫലമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുവാൻ പോകുന്നത്. ആദ്യം തന്നെ അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് ഈ ആഴ്ച. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. ശാസ്ത്രീയ വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം വർദ്ധിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് ഭരണി. ഭരണി നക്ഷത്രക്കാർ ഈ ആഴ്ച പ്രവർത്തനങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ നേരിട്ടു എന്ന് വരാം. സംസാരത്തിൽ മിതത്വം പാലിക്കുക. അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ അശ്രദ്ധ പാടില്ല. ദൈവാനുകൂലം നിമിത്തം എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സാധിക്കും. അടുത്തത് കാർത്തിക. കാർത്തികക്കാരുടെ കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ആഴ്ചയാണിത്. ഉദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥരുടെ പ്രശംസ ലഭിക്കും. സാമ്പത്തിക നില മെച്ചപ്പെടും. കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ വന്നേക്കാം. അടുത്തത് രോഹിണി. മാനസികമായി രോഹിണി നക്ഷത്രക്കാർക്ക് സന്തോഷം നിറഞ്ഞ ആഴ്ചയായിരിക്കും ഇത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകും. യാത്രകൾ ഗുണകരമാകും. സാമ്പത്തികമായി സ്ഥിരത കൈവരിക്കും. പ്രണയബന്ധങ്ങളിൽ അനുകൂലമായ സമയമാണ്. കുടുംബകാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ഇടപെടലുകൾ ഉണ്ടായി എന്ന് വരും. അടുത്തത് മകയിരം. മകയിരം നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും അവയെ അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ഒഴിവാക്കുക. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട്. സുഖകരമായ വാർത്തകൾ കേൾക്കും. അടുത്തത് തിരുവാതിര. തിരുവാതിരക്കാർക്ക് ഈ ആഴ്ച ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൂടുതൽ ആലോചന നടത്തിയിട്ട് വേണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസം നേരിട്ടു എന്ന് വരാം. സാമ്പത്തികമായി സാധാരണ നിലയായിരിക്കും. അടുത്തത് പുണർദം നക്ഷത്രം. ഈ ആഴ്ച പുണർദം നാളുകാരുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകും. പുതിയ സൗഹൃദങ്ങൾ ഉടലെടുക്കും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കും. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കും. അടുത്തത് പൂയം. പൂയം നക്ഷത്രക്കാർക്ക് ഔദ്യോഗികമായി അനുകൂലമായ സമയമാണ്. സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട്. സമൂഹത്തിൽ നിന്നും അംഗീകാരം ലഭിക്കും. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. അടുത്തത് ആയില്യം. ആയില്യം നാളുകാരുടെ സംസാരത്തിൽ തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട്. അതിനാൽ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കുക. മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യാത്രകൾ കഴിവതും ഒഴിവാക്കുക. അടുത്തത് മകം. മകം നക്ഷത്രക്കാർക്ക് നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. സർക്കാർ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകും. ആരോഗ്യം ശ്രദ്ധിക്കുക. അടുത്തത് പൂരം. പൂരം നാളുകാർ ആഡംബര വസ്തുക്കൾക്കായി പണം ചെലവഴിക്കും. വിനോദയാത്രകൾക്ക് സാധ്യത കാണുന്നു. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. തൊഴിലിൽ ചില മാറ്റങ്ങൾ വന്നു എന്ന് വരാം. അടുത്തത് ഉത്രം. ഈ ആഴ്ച ഉത്രം നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളൊക്കെയും ലഭിച്ചു തുടങ്ങും. സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയുണ്ടാകും. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ അവസരം ലഭിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. അടുത്തത് അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച കാര്യങ്ങൾ ചിട്ടയായി ചെയ്യാൻ സാധിക്കും. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം കൈവരിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നേടാൻ സാധിക്കും. പുതിയ ജോലിക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. അടുത്തത് ചിത്തിര. ചിത്തിര നക്ഷത്രക്കാർക്ക് തൊഴിൽ സ്ഥലത്ത് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായി എന്ന് വരാം. മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടു എന്ന് വരാം. സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. സാമ്പത്തികമായി അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ്. അടുത്തത് ചോതി. ചോതി നക്ഷത്രക്കാർക്ക്
സാമൂഹികമായി അംഗീകാരം ലഭിക്കുന്ന ആഴ്ചയാണിത്. ബന്ധുമിത്രാദികളുടെയും അംഗീകാരം ലഭിക്കും. ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും. പങ്കാളിത്ത ബിസിനസ്സുകളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം. യാത്രകൾ ഗുണകരമാകും. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അടുത്തത് വിശാഖം. വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച തീരുമാനങ്ങൾ എടുക്കുന്നതിൽ കാലതാമസം വന്നു എന്ന് വരാം. കുടുംബപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും. സാമ്പത്തിക നില സാധാരണഗതിയിലായിരിക്കും. ദൈവാനുഗ്രഹത്താൽ പ്രതിസന്ധികളെയൊക്കെയും തരണം ചെയ്യും. അടുത്തത് അനിഴം. അനിഴം നാളുകാർ ഈ ആഴ്ച ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കേണ്ടതുണ്ട്. തൊഴിൽ രംഗത്ത് പുരോഗതി ഉണ്ടാകും. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകാം. എങ്കിലും സാമ്പത്തിക വിനിമയങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിച്ചു വേണം. ആരോഗ്യം മെച്ചപ്പെടും. എങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിലും ശ്രദ്ധ ആവശ്യമാണ്. അടുത്തത് തൃക്കേട്ട. തൃക്കേട്ട നക്ഷത്രക്കാർ മത്സരബുദ്ധിയോടെ പ്രവർത്തിച്ച് വിജയം കൈവരിക്കുന്ന ആഴ്ചയായിരിക്കും ഇത്. എതിരാളികളെ പരാജയപ്പെടുത്താൻ കഴിയും. എന്നാൽ സംസാരത്തിൽ പരുഷമായ വാക്കുകൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ പിൽക്കാലത്ത് ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും വലിയ പ്രതിസന്ധികളെ നൽകിയേക്കാം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. അടുത്തത് മൂലം. മൂലം നക്ഷത്രക്കാർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്ന സമയമാണ്. ദീർഘയാത്രകൾക്ക് സാധ്യത കാണുന്നു. വിദേശത്തു നിന്നും നല്ല വാർത്തകൾ കേൾക്കാനിടയുണ്ട്. സാമ്പത്തികമായി മെച്ചപ്പെട്ട സമയമാണ്. അടുത്തത് പൂരാടം. പൂരാടം നാളുകാർക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയാണിത്. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രശസ്തി വർദ്ധിക്കും. പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. ഉദ്യോഗരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പുരോഗതി പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത കാണുന്നു. അടുത്തത് ഉത്രാടം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും. കഠിനാധ്വാനത്തിലൂടെ ലക്ഷ്യങ്ങൾ കൈവരിക്കും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ അഭിനന്ദനങ്ങൾക്ക് പാത്രമാകും. സാമ്പത്തിക സ്ഥിതി ഭദ്രമായിരിക്കും. അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാൻ സാധ്യത കാണുന്നു. അടുത്തത് തിരുവോണം. തിരുവോണം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായി വളരെ നല്ല സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രീതി സമ്പാദിക്കും. സമൂഹത്തിൽ ബഹുമാനം വർദ്ധിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാകും. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. പുതിയ വാഹനം വാങ്ങാൻ സാധ്യത കാണുന്നു. അടുത്തത് അവിട്ടം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഭൂമി സംബന്ധമായ ഇടപാടുകൾക്ക് ഒട്ടും അനുകൂലമായ സമയമല്ല. സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തുക. കുടുംബാംഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. അടുത്തത് ചതയം. ചതയം നക്ഷത്രക്കാർ ഈ ആഴ്ച സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. യാത്രകൾ ആവശ്യമായി വരും. സാമ്പത്തികമായി ഗുണദോഷ സമ്മിശ്രമായ ഫലമായിരിക്കും. മാനസികമായി സ്വസ്ഥത അനുഭവപ്പെടും. അടുത്തത് പൂരുരുട്ടാതി. പൂരുരുട്ടാതി നാളുകാർക്ക് ഈ ആഴ്ച വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കാം. നിക്ഷേപങ്ങളിൽ ലാഭം വർദ്ധിക്കും. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി ഉണ്ടാകും. അടുത്തത് ഉത്രട്ടാതി. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ക്ഷമയും വിവേകവും കൊണ്ട് കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് സ്ഥിരത കൈവരിക്കും. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അടുത്തത് രേവതി. രേവതി നക്ഷത്രക്കാരായിട്ടുള്ള ആളുകൾക്ക് ഭാവനാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കുന്നതായിരിക്കും. ദാനധർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിക്കും. സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയായിരിക്കും. യാത്രകൾ ഗുണകരമാകും. ആരോഗ്യം തൃപ്തികരമാണ്.